നമസ്കാരം. കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിവാദം. പ്രേമചന്ദ്രൻ BJP ബാന്ധവത്തിനൊരുങ്ങുകയാണെന്ന് CPM ആരോപിച്ചു. പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നിലാണ് താൻ പങ്കെടുത്തത് എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിനെത്തിയത്. CPM MPമാർക്ക് ക്ഷണം കിട്ടിയാൽ പോകില്ലേ എന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചു. കൊല്ലം RSPക്ക് തന്നെയാണെന്ന് പ്രേമചന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് വ്യക്തമാക്കി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പ്രേമചന്ദ്രനെ സംഖ്യയാക്കണോ? വിരുന്നിനെ വിളിച്ചാൽ നിരസിക്കണോ? പ്രേമചന്ദ്രനെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് നീരസമുണ്ടോ? ഈ ചർച്ചയിൽ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ശ്രീ അരുൺ ബാബു CPM, ശ്രീ നാരായണൻ നമ്പൂതിരി BJP, ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ നാരായണൻ നമ്പൂതിരി, 8 MPമാർക്കാണ് പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ദിവസം പ്രധാനമന്ത്രി വിരുന്നു കൊടുത്തത്. അതിൽ BJP MPമാരെ കൂടാതെ NK പ്രേമചന്ദ്രൻ, പിന്നെ TDPയുടെ, അതുപോലെ തന്നെ ഒറീസയിലെ BJDയുടെ ഒക്കെ MPമാരായിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയോ മറ്റ് ഇന്ത്യ സഖ്യ കക്ഷികളുടെയോ ഇടത് കക്ഷികളുടെയോ ഒന്നും MPമാരില്ല. മറിച്ച് BJPയുടെയും BJPയെ ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന TDP പോലെയുള്ള BJD പോലെയുള്ള പാർട്ടികളുടെയും MPമാരായിരുന്നു. അക്കൂട്ടത്തിൽ എന്തിനാണ് RSPയുടെ MP NK പ്രേമചന്ദ്രനെയും വിളിച്ചത്? ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഒരേ ഒരു MP NK പ്രേമചന്ദ്രൻ ആയിരുന്നു. NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു. പ്രേമചന്ദ്രൻ പോയി ആഹാരം കഴിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. എന്താ ഇത് ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ളത്? പ്രതിപക്ഷ MPമാരും പ്രതിപക്ഷത്തിരിക്കുന്ന MPമാരിലും ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കുന്നതിന് എന്തിനാണ് ഇത്ര പരിഭ്രമം? ഈ CPMന് പ്രശ്നമുണ്ടാകുന്ന മനസ്സിലാക്കാൻ കാരണം, ഈ CPMൻ്റെ നിലവിലുള്ള കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള അസന്തുഷ്ടിയും അതിനോടുള്ള വിയോജിപ്പും അവരുടെ കെടുകാര്യസ്ഥതയും ചർച്ചയാകാതെ നോക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് BJPയിലേക്ക് വരാൻ ആളുകൾ വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാതിരിക്കണം. ഇതിനൊക്കെ CPMന് ഇത് ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതൊരു സ്വാഭാവികമായി പ്രധാനമന്ത്രി ഒരുമിച്ച് MPമാരോട് സംസാരിക്കുന്നു, MPമാരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിലെന്ത് പ്രാധാന്യം? ഈ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ ഉടനെ അയാൾ BJP ചേരുമെന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. NK പ്രേമചന്ദ്രൻ BJPയായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ എന്നുള്ളത്. NK പ്രേമചന്ദ്രൻ പ്രതിപക്ഷ MPയാണ്, കോൺഗ്രസിൻ്റെ പിന്തുണയോടെ UPAയുടെ MPയാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഇന്ത്യ സഖ്യത്തിൽ ആണ് അദ്ദേഹം തുടരുന്നത്. ഇന്ത്യ സഖ്യത്തിൽ അദ്ദേഹത്തെ പാർലമെൻറ്റിൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന പ്രതിപക്ഷ കക്ഷികളിലെ ഒരാളെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചു എന്നുള്ളതല്ല. വേറെ ഇപ്പോൾ CPMലെ ഒരാളെ വിളിക്കാൻ കണ്ടില്ലായിരിക്കും അദ്ദേഹം. അതിനപ്പുറത്തേക്ക് അതിനെന്താണ് പ്രാധാന്യം? CPMലെ ആളില്ലല്ലോ. അങ്ങനെ വിളിക്കാൻ പാകത്തിന് വിളിച്ചാൽ തന്നെ അടുത്തു പോയിരുന്ന 4 അക്ഷരം സംസാരിക്കാൻ പറ്റുന്ന ആൾ ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ടയാൾ ശരി, ആ സഭ പിരിയുകയാണ്. സഭ പിരിയാൻ നേരത്ത് ഏറ്റവും അവസാനത്തെ സമ്മേളനമാണ്, ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അതൊരു കോർട്ടസി കോൾ എന്നുള്ള രീതിയിൽ കൊടുത്താൽ പോരെ, പരിഗണിച്ചാൽ പോരെ. CPM പരിഭ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ അഭിലാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര പരിഭ്രമം എന്ന് ഒരു അന്തിച്ചർച്ച വെക്കാൻ പാകത്തിന് പ്രാധാന്യം വല്ലതും ഉണ്ടോ അതിന്? എനിക്ക് മാധ്യമങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഇതേക്കുറിച്ചൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടായി, അതുകൊണ്ട് ചർച്ച, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ NK പ്രേമചന്ദ്രനോ മറ്റാരെങ്കിലുമോ വിവാദം ഉണ്ടാക്കുന്നവർക്ക് സഹായമായി നിൽക്കണമെന്നുള്ളതാണ്. അല്ല, വിവാദമൊന്നുമില്ല. ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വിഷയമായി വിവാദം ഉണ്ടാക്കാൻ ചിലരുണ്ടാവും. ആ വിവാദം ഉണ്ടാക്കുന്നവർക്ക് കൂട്ടു നിൽക്കേണ്ടവരാണോ മാധ്യമധർമ്മം എന്നാലോചിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലില്ല, ഇതില് എന്ത് പ്രാധാന്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനത്തിലെത്താമെന്ന്. ശ്രീ അരുൺ ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം പ്രധാനമന്ത്രി പെട്ടെന്ന് ചില MPമാരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിപ്പോൾ നേരത്തെ വലിയ തോതിൽ അറേഞ്ച് ചെയ്ത വലിയ ഒരു വിരുന്നൊന്നുമല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഒപ്പം നടന്ന് ക്യാൻറ്റീനിൽ പോയി അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. MPമാരോട് ഈ ലോക്സഭയുടെ കാലാവധി എന്തായാലും അവസാനിക്കാണല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അപ്പോൾ ചില MPമാരോട് പ്രധാനമന്ത്രി ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആശയവിനിമയം നടത്തുന്നു. അത് വ്യക്തിപരമായ സംഭാഷണങ്ങളായിരുന്നു എന്ന് ആ MPമാർ വ്യക്തമാക്കുകയും ചെയ്തു.
ഇതൊക്കെ സാധാരണ നടക്കേണ്ട കാര്യമില്ലേ? അല്ലാതെ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അതല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ആളുകൾ മിണ്ടാൻ പാടില്ല. അതുപോലെ തിരിച്ചങ്ങോട്ട് ഭരണപക്ഷത്തുള്ള ആളുകളെ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ കണ്ടു കഴിഞ്ഞാൽ MP-മാരും മറ്റുള്ളവരും മിണ്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ പ്രധാനമന്ത്രി വിളിച്ച ചായ സൽക്കാരത്തിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇത്തരത്തിൽ NK പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സൽക്കാരത്തിൽ പങ്കെടുത്ത MP-മാരൊരാളായി മാറിയതിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുൻ രാഷ്ട്രീയ നിലപാടുകൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യത്തെ ഗൗരവമായി കാണേണ്ടത്. ഇപ്പോൾ 2014 മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊല്ലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഏതെങ്കിലും ഘട്ടത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. രാജ്യത്ത് മതനിരപേക്ഷതയെ വേട്ടയാടുമ്പോൾ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്തോ പുറത്തോ വർത്തമാനം പറയാൻ നാളിതുവരെ കൊല്ലത്തെ MP ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിൽ വിളിച്ച MP-മാരെ തന്നെ എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ നാളെ ഒരു തൂക്കു മന്ത്രിസഭ ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളും രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന സമര പ്രക്ഷോഭങ്ങളും BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടലുമെല്ലാം ഭാവിയിൽ ഒരു ഏകപക്ഷീയമായ ഗവൺമെൻറ് വരുമെന്ന് BJP പോലും കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഒരു തൂക്കു മന്ത്രിസഭ വന്നാൽ അതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന MP-മാരുൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളല്ല വിളിച്ചിട്ടുള്ളത്, ചെറിയ ചെറിയ നമ്പർ മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ MP-മാരെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ BJP വിരുദ്ധ മുന്നണിയിൽ നിൽക്കുന്ന NK പ്രേമചന്ദ്രനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തങ്ങളോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ആളുകളെന്ന നിലയിൽ കൂടിയാണ് NK പ്രേമചന്ദ്രനെ ഇപ്പോൾ മോഡി അടക്കമുള്ള BJP നേതൃത്വം കണ്ടിട്ടുള്ളത്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക, ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുക, കൊല്ലത്ത് നിന്ന് NK പ്രേമചന്ദ്രൻ തന്നെ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPക്ക് പ്രേമചന്ദ്രന്റെ സഹായം ആവശ്യമായി വന്നാൽ സഹായിക്കുമോ എന്ന് നോക്കുക. ഇത് വളരെ ഹൈപ്പോത്തറ്റിക്കലായ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഈ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പെട്ടെന്നൊരു ദിവസം വറ്റി വരണ്ടു പോവുകയും അപ്പുറത്ത് നിന്ന് അക്കരെ നിന്ന് ഒരു പട്ടി തുടല് പൊട്ടിച്ച് ഇപ്പുറത്ത് വരികയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ന്യായമാണ് ഇവിടുത്തെ. ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച തത്വത്തിൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കൊല്ലത്ത് പ്രേമേന്ദ്രൻ തന്നെ ജയിക്കുമെന്നല്ലേ, അതെനിക്ക് മനസ്സിലായി. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഒരിക്കലുമില്ല. കൊല്ലത്ത് പ്രേമേന്ദ്രൻ ജയിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ നാടകങ്ങളെല്ലാം നടത്തുന്നത്. പ്രേമേന്ദ്രൻ ജയിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ നാടകങ്ങളെല്ലാം പോകുന്നത്. എന്താണ് അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ശരി, ഓക്കെ. അല്ല, കൊല്ലത്ത് പ്രേമേന്ദ്രൻ ജയിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ 2014 മുതൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ, തുടക്കത്തിൽ തന്നെ അങ്ങനെ ഇടപെടാതെ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു വാചകം മാത്രം പിടിച്ചുകൊണ്ട് പോരുത്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രൻ ജയിക്കുമെന്നല്ല പറയുന്നത്, അതിനപ്പുറത്തേക്ക് ഇതിന്റെ ശരിയായ രാഷ്ട്രീയം നാം മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ 2014 മുതൽ കൊല്ലത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തെടുത്ത് പരിശോധിക്കുമ്പോൾ BJP ഏറ്റവും ദുർബലമായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. 2014 BJPയുടെ വോട്ട് 40,000 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ BJP നേതാക്കന്മാർക്ക് പോലും പരിചിതമല്ലാത്ത സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളെ തിരക്കിയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും പരിചയമില്ലാത്ത കൊല്ലം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനം നേടിയ അത്ര കുറച്ച് വോട്ടെല്ലാം ഉള്ള ചില പോക്കറ്റുകളുള്ള മണ്ഡലമാണ്. അവിടെ അപ്രധാനമായ സ്ഥാനാർത്ഥികളെ നിർത്തി NK പ്രേമചന്ദ്രനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരേ സമയം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ചും പോസ്റ്റർ അടിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഏക സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തന്നെയാണ്. പരിശോധിച്ച് നോക്കട്ടെ, UDFും BJPയും പരിശോധിച്ച് നോക്കട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച് പോസ്റ്റ് അടിച്ചു, അതുപോലെ നരേന്ദ്രമോദിയുടെ പടവും വെച്ച് പോസ്റ്റ് അടിച്ച ആളാണ്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വലിയ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ BJPയുടെ സഹായം കൂടി ഊട്ടി ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, അത് പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിച്ച പറഞ്ഞു വന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടാകില്ല. അപ്പോൾ ഒരു ബൈ ട്രാൻസ്ഫർ വഴി
ഒരു MP ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ പ്രേമേന്ദ്രൻ ലക്ഷ്യം കാണുന്നത് ഒരു ബൈ ട്രാൻസ്ഫർ വഴി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ വളരെ വിദഗ്ധമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഫാത്തിമ കോളേജിൽ പഠിക്കുമ്പോൾ SFI പ്രവർത്തകനായിരുന്നു എന്നാണ്. ഒരു പഞ്ചായത്ത് സീറ്റിന് വേണ്ടി SFI പ്രവർത്തകനായിരുന്ന ആൾ RSP ആയിരുന്നു, MP ആയി, രാജ്യസഭാ മെമ്പറായി, ലോക്സഭാ അംഗമായി, അതുപോലെ MLA ആയി, സംസ്ഥാന മന്ത്രിയായിരുന്നപ്പോൾ VS ഗവൺമെന്റ് കാലയളവിൽ പരാജയപ്പെട്ട ഏക മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായി പരാജയപ്പെട്ടതിന് ശേഷം കുറച്ചു കാലം ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം ഇല്ലാതെ തനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് രണ്ട് ടീമിലായി CPM മത്സരിച്ച കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പ്രശ്നമുണ്ടാക്കി. സോളാർ സമര കാലഘട്ടത്തിലെല്ലാം ഉമ്മൻചാണ്ടിക്കെതിരായും UDF-നുമെതിരായിട്ടെല്ലാം വലിയ വർത്തമാനമെല്ലാം പറഞ്ഞ് സമരത്തിൻ്റെയൊക്കെ നായകനായി നിന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ UDF പാളയത്തിലേക്ക് പോയി തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊല്ലത്തുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലത്തെ തൊഴിലാളി വർഗ സമര പോരാട്ടങ്ങളിൽ അതേപോലെ തൊഴിലാളി വർഗ സമരങ്ങളുടെ ചരിത്രത്തിൽ വലിയ പങ്കുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടി എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്? തൊഴിലാളി വർഗത്തിന്റെ കരുത്തനായ നേതാവായിരുന്ന സഖാവ് ബേബി ജോണിനെ പോലെയുള്ള നേതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ NK പ്രേമചന്ദ്രനെ പോലെയുള്ള ഈ RSP പോലെയുള്ള വലിയ ചരിത്രമുള്ള ഒരു പാർട്ടിയെ ഇന്ന് ഒരേ സമയം വലതു രാഷ്ട്രീയത്തിന്റെയും അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി BJP-യുടെ ചട്ടുകമാക്കി മാറ്റുന്നതിന് ഈ ബേബി ജോൺ സാറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രേമേന്ദ്രനെ പോലെയുള്ള ആളുകളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചേനെ. ആ നിലയിലേക്കാണ് ഈ RSP എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി തീർത്തിരിക്കുന്നത്. ശരി, ഓക്കെ, അതാണ് CPM-ന്റെ വിമർശനം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. NK പ്രേമേന്ദ്രൻ ഇദ്ദേഹത്തെ ഏതെങ്കിലും ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടോ? ഇന്ത്യ മുന്നണിയുടെ മറ്റ് MP-മാരെ ഒന്നും വിളിക്കാതെ NK പ്രേമേന്ദ്രനെ വിളിച്ചത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ആകാം. കാരണം നന്നായി പാർലമെന്റിൽ പെർഫോം ചെയ്യുന്ന ആളാണ് NK പ്രേമേന്ദ്രൻ. NK പ്രേമേന്ദ്രനെ കുറിച്ച് നല്ല അഭിപ്രായം ഭരണപക്ഷ ബെഞ്ചുകൾക്കുണ്ട്, പ്രധാനമന്ത്രിക്ക് തന്നെയുണ്ട്. അപ്പോൾ അവസാനത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പാർലമെന്റിൽ മികച്ച പെർഫോമൻസ് നടത്തുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് നല്ല അപ്രീസിയേഷൻ നേടിയിട്ടുള്ള ആളുകളെ ഒപ്പം ഇരുത്താമെന്ന് വിചാരിച്ചതാകാം സ്വാഭാവികമായി. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ലക്ഷ്യമുണ്ട് CPM പറയുന്നത് പോലെ എന്ന ഭയം കോൺഗ്രസിനുണ്ടോ? ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന MP-യുടെ റാങ്ക് ആൻഡ് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും വർഗീയ ഫാസിസത്തിനെതിരെ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിലെ റെക്കോർഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും BJP-ക്കെതിരെ എത്ര ശക്തമായ നിലപാടെടുത്ത MP ആയിരുന്നു ശ്രീ NK പ്രേമചന്ദ്രൻ. താങ്കൾക്കും അതിൻ്റെ അകത്ത് സംശയമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ ഇന്ത്യയുടെ പാർലമെൻറ്റ് ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലുമോ അതിലൊരു സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഷ്യസായി ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ പാർലമെൻറ്റേറിയനാണ്. ഇന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ശ്രീ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഏത് തരത്തിലായിരുന്നു ഓരോ പെർഫോമൻസും അദ്ദേഹം നടത്തിയിരുന്നത് എന്നുള്ളത്. CPM-നെ സംബന്ധിച്ച് NK പ്രേമചന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അതൊരു കൊതിക്കെറിവാണ്. NK പ്രേമചന്ദ്രനെ പോലെ മിടുക്കനായ നല്ലൊരു പാർലമെന്റേറിയൻ UDF പക്ഷത്ത് വന്നപ്പോഴേക്കും അത് തങ്ങളുടെ പക്ഷത്ത് നിന്ന് പോയതിൻ്റെ ഒരു കൊതിക്കെറിവായി. എന്തുകൊണ്ടാണ് പോയതെന്ന് എന്നുള്ളതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴിവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ടീമും ഒക്കെ ഇറക്കിയ ഒരു ക്യാപ്സൂൾ മാത്രമാണ്. ആ മനപ്പായസം ഒന്നും നിങ്ങൾ ഉണ്ണണ്ട, അതിവിടെ വേവില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ആ വിരുന്നിൽ പോയി, അല്ലെങ്കിൽ അതൊരു വിരുന്ന് തന്നെ ആയിരുന്നില്ല, യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിലെ ഒരു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ഒരു MP പോയി സംസാരിച്ചു, അവിടെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് തകരുന്ന ഒരു നിലപാടുള്ള ഒരു വ്യക്തിയല്ല NK പ്രേമചന്ദ്രൻ എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കാരണം അത്രയ്ക്ക് ശക്തമായ രീതിയിൽ വർഗീയ ഫാസിസത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി രണ്ടാമതായി ഈ CPM-ന്റെ നിലപാട് എന്താണ്? CPM-നെ സംബന്ധിച്ച്
CPM-ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ തോന്നൽ, ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP-യുമായുള്ള CPM-ന്റെ ബന്ധത്തെക്കുറിച്ചാണ്. അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ 67 മുതൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ആരാണ് ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ BJP-യെ വളർത്തിയിട്ടുള്ളത്? അതിന് ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഹർകിഷൻ സിംഗ് സുർജിത്ത് പഞ്ചാബിൽ ചരിത്രം പരിശോധിച്ചതിന് ശേഷം നമുക്ക് ചരിത്രത്തിൽ ആരൊക്കെ സഹായിച്ചു എന്നതിലേക്ക് വരാം. ശരി, ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, NK പ്രേമചന്ദ്രൻ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള വളരെ മിടുക്കനായിട്ടുള്ള ഒരു പാർലമെന്റേറിയനാണ്. അദ്ദേഹം ഇന്നലെ തന്നെ, അതായത് ഈ പറഞ്ഞ വിരുന്ന് നടന്ന ഇന്നലെ തന്നെ അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചു. അത് ഭരണപക്ഷത്തെ വിമർശിക്കുന്ന പ്രസംഗമായിരുന്നു. ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്ന കാര്യത്തിൽ വളരെ മികച്ച ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു പാർലമെന്റേറിയനാണ് NK പ്രേമചന്ദ്രൻ എന്ന് കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്ററി ഡിബേറ്റുകൾ, ചോദ്യങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, കാരണം അതൊക്കെ ഓൺ റെക്കോർഡാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ NK പ്രേമചന്ദ്രനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ BJP-ക്ക് താല്പര്യം ഉണ്ടാകും. സ്വാഭാവികമായും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരട്ടെ എന്നൊരു പാർട്ടി ആഗ്രഹിക്കുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു രാഷ്ട്രീയ ബാന്ധവമാകും എന്ന് കരുതുന്നത് ശരിയാകുമോ? എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഇതിപ്പോൾ തീന്മേശയിലെ ഒരു ചെറിയ കൊടുങ്കാറ്റ് എന്ന നിലയിൽ നിന്നും ഇത് വളരുമോ എന്നതാണ് നമ്മൾ നോക്കുന്ന വിഷയം, നമ്മുടെ ആ ഒരു പരിഗണനാ വിഷയം. ഇവിടെ നോക്കൂ, ആരാണ് പ്രേമചന്ദ്രനെ വിളിച്ചത്? പ്രധാനമന്ത്രി എപ്പോഴാണ് വിളിച്ചത്? ഈ ചടങ്ങ് നടക്കുന്ന, ഈ ഒരു ഊണ് നടക്കുന്ന അല്ലെങ്കിൽ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ ആഹാരം കഴിക്കുന്നതിന് കേവലം 1 മണിക്കൂർ മുൻപ് അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹത്തെ സമീപിക്കുന്നു, അദ്ദേഹത്തെയും കൊണ്ട് നടന്നു വരുന്നു. അവിടെ ഇരുന്ന് 8 പേരോടൊപ്പം ആഹാരം കഴിക്കുന്നു. അപ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളും സ്വാഭാവികമായും ഈ തീന്മേശയിലേക്ക്, ആ പ്രസ്തുത 8 പേരടങ്ങുന്ന തീന്മേശയിലേക്ക് 8 പേരും നരേന്ദ്രമോദി ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന നിലയിൽ ഇരിക്കുന്ന ആ ഒരു ടേബിളിലേക്ക് നീങ്ങുകയാണ്. അവിടെ അദ്ദേഹത്തോടൊപ്പം, ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം ക്ഷണിക്കപ്പെട്ടത് 4 BJP MP-മാരാണ്. അതത്ര പ്രശസ്തരായ ആളുകളിൽ അതിലൊരു കേന്ദ്രമന്ത്രിയുണ്ട്, മറ്റ് 3 MP-മാരുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പല പുരികങ്ങളും ചുളിയുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നും ആകെ വിളിക്കപ്പെട്ടത് NK പ്രേമചന്ദ്രനെ മാത്രമാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം 90% പാർലമെന്ററി അറ്റൻഡൻസ്, ലോക്സഭാ സമ്മേളനങ്ങളിൽ 90% അറ്റൻഡൻസ് ഉള്ള അത്യപൂർവമായ MP-മാർ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് പ്രേമചന്ദ്രൻ. അത് മാത്രമല്ല, പാർലമെന്റിനെ പിടിച്ചു കുലുക്കത്തക്ക രീതിയിലുള്ള ശ്രദ്ധേയമായ ഏറെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുമുണ്ട്. അദ്ദേഹം 4 പ്രാവശ്യം 1996-ലും 98-ലും 2014-ലും 19-ലും MP ആയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പാർലമെന്ററി പരിചയമുണ്ട്. അത് മാത്രമല്ല, എല്ലാ കക്ഷിഭേദമന്യേ എല്ലാവരുമായും ചങ്ങാത്തത്തോടു കൂടി സംസാരിക്കുന്ന, ഇടപഴകുന്ന ഒരു പതിവുകൊണ്ട്. അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ വഴങ്ങുന്ന ഒരാളുമാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന അധികം MP-മാർക്ക് ആ രീതിയിൽ അനർഗളമായി സംസാരിക്കാൻ കഴിയാറില്ല. ഇതെല്ലാം തന്നെ പരിഗണനാ വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് 3 പേര്, ഇവിടെയാണ് സംശയത്തിൻ്റെ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകുന്നത്. ഈ NK പ്രേമചന്ദ്രനോടൊപ്പം തന്നെ തീന്മേശ പങ്കിട്ട മറ്റ് 3 പേർ, BJP-ക്കാർ 4 പേരെ മാറ്റി നിർത്തുന്നു. മറ്റ് 3 പേർ ആരൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശിലെ TDP-യുടെ, ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP-യുടെ ഒരു പാർലമെന്റ് അംഗം, അതുപോലെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു പാർലമെന്റ് അംഗം, അത് മാത്രമല്ല ഒറീസയിലെ ബിജു ജനതാദളിൻ്റെ ഒരു പാർലമെന്റ് അംഗം. ഈ 3 കക്ഷികളും NDA മുന്നണിയിൽ ഘടകകക്ഷികളല്ല എന്ന് ഓർക്കണം. അതേസമയം ഏതെങ്കിലും കാരണവശാൽ NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാനാവാതെ വന്നാൽ സ്വാഭാവികമായി ശ്രീ നരേന്ദ്രമോദിക്ക് ആശ്രയിക്കാനാവുന്നത്, ഭൂരിപക്ഷത്തിന് വേണ്ടി ആശ്രയിക്കാനാവുന്നത് ഈ കക്ഷികളെയാണ് എന്നുകൂടി ഓർക്കണം. പക്ഷേ ആ ഗണത്തിൽ RSPയെ പരിഗണിക്കാനാവുമോ എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം RSPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷത്തും, അതായത് UDF-ലും LDF-ലും RSP നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം തികഞ്ഞ ഒരു BJP വിരോധത്തിൽ തന്നെയാണ് പ്രേമചന്ദ്രൻ്റെ
ഒരു ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ രണ്ട് സംഭവങ്ങളാണ് ശ്രീ NK പ്രേമചന്ദ്രനെ കുറിച്ച് രണ്ട് സംഭവങ്ങളാണ് കൂടുതൽ സംശയത്തിന് ഇട നൽകുന്നത്. അതിൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ സമയത്ത് ഡൽഹിയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ടായി. പ്രത്യേക ക്ഷണിതാവായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളുടെ മക്കളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്നത് അത്ര പതിവല്ലെങ്കിൽ പോലും ക്ഷണിച്ചാൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒരു സംശയത്തിന് ഒരു ചെറിയ നിഴലാണ്. രണ്ടാമത്തേത് കുറച്ചുകൂടെ ഗൗരവമായ വിഷയമാണ്. 5 വർഷം മുൻപ് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന സമയത്ത് ഈ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബൈപ്പാസ് ഉദ്ഘാടനം ശ്രീ നരേന്ദ്രമോദിയുടെയും NK പ്രേമചന്ദ്രൻ്റെയും ഒരു ഷോ ആയി മാറി എന്ന പരിഭവം ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷ കക്ഷികൾക്കുണ്ട്, പ്രത്യേകിച്ചും CPM-നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം 5 വർഷം മുമ്പ് നടത്തിയതും ആ പരാമർശം ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ ശ്രീ പ്രേമചന്ദ്രന് അനുകൂലമായി വന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് പ്രേമചന്ദ്രനുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് BJPക്ക് കൊല്ലത്തുണ്ടായത് എന്നത് വാസ്തവമാണ്. പക്ഷെ അത് മാത്രമല്ല, BJPയുടെ പിൻബലവും കൊല്ലം മണ്ഡലത്തിൽ വളരെ കുറവാണ് എന്നതും പ്രസ്താവ്യമാണ്. ആ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ വിലയിരുത്താൻ. അല്ല, ഇപ്പോ ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പൊ ഒരു കാര്യം നടന്നാൽ അതിന് പല രാഷ്ട്രീയ വായനകൾ വരും. അതിനോടിപ്പോ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം മിടുക്കനുസരിച്ചിട്ടാണെങ്കിൽ ശശി തരൂരിനെ വേണമെങ്കിൽ വിളിക്കായിരുന്നല്ലോ. ശശി തരൂർ പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു MP ആണ്. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഗ്ധോരണിയും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ശശി തരൂരിനെയോ അതല്ലെങ്കിൽ ജയറാം രമേശിനെയോ ഒക്കെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിളിക്കാം. നല്ല സന്ദേശമാണ്. താങ്കൾ പറഞ്ഞ കോട്സി കോൾ ഏറ്റവും അനുയോജ്യമാവുക കോൺഗ്രസിന്റെ MP-മാരെ കൂടി, രാഹുൽ ഗാന്ധിയെ കൂടി വിളിച്ചാൽ അത് മനോഹരമായേനെ. അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ BSP, BJD, അതുപോലെ തന്നെ TDP, ഈ പാർട്ടികൾക്കൊപ്പം RSPയുടെ MP-ക്ക് ഒരു സ്ഥാനം കിട്ടുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയ വായനയും. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് 2014 മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായി തോൽപ്പിക്കേണ്ട ആള് NK പ്രേമചന്ദ്രനാണ്. അതുകൊണ്ടാണ് അവർ 2014 MA ബേബിയെ, 2019 KN ബാലഗോപാലിനെ ഒക്കെ എതിരെ മത്സരിപ്പിച്ചത്. അവരെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടിയാണെങ്കിലും വലിയ ശത്രുവാണ്. BJPയുടെ കാര്യം അങ്ങനെയല്ല. BJPക്ക് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരും പാർലമെന്റിൽ NK പ്രേമചന്ദ്രനാണ് വോട്ട് ചെയ്യുന്നത് എന്ന മട്ടിലുള്ള സംസാരമൊക്കെ കൊല്ലത്തുണ്ട് താനും. അപ്പൊ ഇതിന്റെ ആത്യന്തികമായ വിവക്ഷകൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ഇപ്പൊ നമുക്ക് മുൻകൂട്ടി ഇന്നതേ പറയാൻ പാടൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അഭിലാഷ, ഇന്നതേ പറയാൻ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. വായി വരുന്നതൊക്കെ കോതയ്ക്ക് പാട്ടാകാം, ഒരു വിരോധമില്ല. ഇപ്പോൾ ഫലത്തിൽ അതല്ലേ ഉള്ളൂ. ഇപ്പോൾ അരുണ് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചല്ലോ, അടുത്ത തവണ ഞാൻ BJP ഒരു തൂക്ക് സഭ വരുമെന്നും BJPക്ക് അപ്പോൾ പ്രേമചന്ദ്രനെ കൂട്ടുപിടിക്കാം എന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രേമചന്ദ്രനുമായി ഇപ്പോൾ ആഹാരം കഴിച്ചത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൂക്കുമന്ത്രിസഭ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പ്രേമചന്ദ്രൻ ജയിച്ചു എന്ന് CPM സമ്മതിക്കുകയാണ്. CPM സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നിങ്ങൾ BJPയുടെ വോട്ട് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ. 2014 കൊല്ലത്ത് ഏത് പാർട്ടിക്കായിരുന്നു, ഏത് പാർട്ടിയുടെ MLA-മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ബേബിയെ മത്സരിപ്പിക്കുകയും അന്നത്തെ മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയെ മത്സരിപ്പിക്കുമ്പോൾ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF ആണ് ജയിച്ചിരിക്കുന്നത്. 2014 UDF മന്ത്രിസഭയാണ്. പക്ഷെ അതിന് മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കൂടുതൽ അസംബ്ലികളും LDF-ൻ്റെതാണ്. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷം ഏതാണ്ട് എല്ലാ മണ്ഡലവും LDF ആണ് ജയിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPM രണ്ടാമത്? എല്ലാ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്ത് വന്ന CPM ലോക്സഭാ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്ത് പോയി എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ MA ബേബി മത്സരിക്കുമ്പോൾ പ്രേമചന്ദ്രനെ ഏതാണ്ട് ഒരു മണമുള്ളവെന്നോ എന്തോ പറഞ്ഞ് വിളിച്ചല്ലോ. ഞാൻ ആ പേര് ഉപയോഗിക്കുന്നില്ല. അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ പോയി വിളിച്ചൊരു പേരുണ്ടല്ലോ, ഒരു വിശേഷണം. ആ വിശേഷണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അത്തരം ഒരു വിശേഷണം കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മുടെ തൃശ്ശൂരിലെ ബാലചന്ദ്രൻ
രാമനെ കുറിച്ചൊരു കഥ എഴുതിയല്ലോ. ഇപ്പോൾ ലാസ്റ്റ് തൃശ്ശൂരുകാർ പറയുന്നത് അത് സുനിൽകുമാർ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കഥ എഴുതിയത് രാമനെക്കുറിച്ച് എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ MA ബേബിയെ തോൽപ്പിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമായിരുന്നു എന്ന് എതിരാളികൾ പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കില്ലല്ലോ. കാരണം അതേപോലൊരു വാക്കാണല്ലോ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞ് അന്ന് അവിടെ ജയിച്ചു. 2019 പ്രേമേന്ദ്രൻ ജയിച്ചു. CPM ഇടതുപക്ഷം 2ാം സ്ഥാനത്തായി. അങ്ങനെ 2ാം സ്ഥാനത്ത് ആയപ്പോൾ CPM-കാർ വോട്ട് ചെയ്തു എന്ന് പറയാൻ ഒക്കുമോ? വോട്ട് കുറഞ്ഞാൽ, ഒരു മുന്നണിക്ക് വോട്ട് കുറഞ്ഞാൽ ആ വോട്ട് നിരീക്ഷകനോടും കൂടെയാണ് ചോദിക്കുന്നത്. നിരീക്ഷകൻ ചിലതൊന്നും നിരീക്ഷിക്കുന്നില്ല, അതാണ് പ്രശ്നം. നിരീക്ഷകൻ മോഡി ഇപ്പോൾ അരുൺ ബാബു പറഞ്ഞ് ഏറ്റുപറയുകയാണ് അവിടെ തൂക്കുമന്ത്രിസഭ വരും. സാർ 400 സീറ്റിലേറെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കണക്കുകൂട്ടലും. അത് 2014 തൊട്ട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോഴും നിങ്ങളെപ്പോലുള്ള നിരീക്ഷകന്മാർ പറയും ഇപ്പോൾ തൂക്കുസഭ വരും, ഇപ്പോൾ തൂക്കുസഭ വരുമെന്ന്. ഞങ്ങൾ എന്തായാലും ഭൂരിപക്ഷത്തോടു കൂടി തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റോടെ ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ ഭരിക്കും, 3ാം വട്ടം മോഡി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇന്ത്യൻ ജനതയെ ഉറപ്പാക്കിയിട്ടുണ്ട്. നിരീക്ഷകന്മാർക്ക് ഈ ഏപ്രിൽ മെയ് ഒക്കെ കഴിയണമായിരിക്കും, അത് സമ്മതിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു MP പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ഒരുമിച്ചിരുന്നാൽ എന്തിനാണ് CPM-ന് ഇത്ര അസഹിഷ്ണുത? എന്തിനാണ് ഭയം? എനിക്കതാ മനസ്സിലാക്കാത്തത്. എനിക്ക് ഇപ്പോൾ അരുൺ ബാബു ഒക്കെ അടക്കം പറയുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ CPM എന്തായാലും തോക്കും. എന്നാൽ പിന്നെ CPM-ന്റെ വോട്ടും കൂടി പ്രേമേന്ദ്രന് പൊയ്ക്കോട്ടെ എന്ന് അരുൺ ബാബു അടക്കമുള്ളവരുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയം. കാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയം ഉറപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രേമേന്ദ്രൻ ജയിച്ചാൽ BJP-യോടൊപ്പം മന്ത്രിയാകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പോഴാണ് ഈ ശരി. ഇപ്പൊ നാളെ പ്രേമേന്ദ്രൻ BJP ചേരും, മന്ത്രിയാകാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരി. നിരീക്ഷകനും പറയുന്നു, മോഹൻ തോമസും പറയുന്നത് അങ്ങനെയാ മന്ത്രിയാകുന്നത്. രണ്ടുപേരും, നിഷ്പക്ഷ നിരീക്ഷകനും CPM-ന്റെ പ്രതിനിധിയും പറയുന്നത് പ്രേമേന്ദ്രൻ 2024 ജയിക്കാൻ പോകുന്നു. നിങ്ങൾ സമ്മതിച്ചോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ അരുൺ ബാബു, ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൊല്ലം ജില്ലയിൽ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളും ഇടതു മുന്നണിയാണ് ജയിച്ചത്, CPM-ഉം CPI-യും പ്രത്യേകിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2014-ലും 2019-ലും തോറ്റു. ഈ 2 തവണയും നിയമസഭയിലേക്ക് വമ്പിച്ച വിജയങ്ങൾ ഈ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പരിധിയിൽപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയതിനു ശേഷമാണ് ലോക്സഭയിൽ പ്രേമേന്ദ്രനോട് തോക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രേമേന്ദ്രനെ തോൽപ്പിക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധി നിശ്ചയമായും ഇടതുപക്ഷം സംബന്ധിച്ചുണ്ട്. അപ്പോൾ വീണ് കിട്ടി, ഇങ്ങനെ നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇയാൾ സംഖ്യയായ പ്രേമേന്ദ്രനെ വോട്ട് ചെയ്യരുത്. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറത്തുള്ള എന്ത് പ്രാധാന്യമുണ്ട് ഈ വിരുന്നിന്? ഇവിടെ ഇടതുപക്ഷത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. കൊല്ലത്തെ MP ശ്രീമാൻ NK പ്രേമേന്ദ്രനെ കുറിച്ച് ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം കൊല്ലത്തെ ഇടതുപക്ഷത്തിനില്ല. ഇവിടെ കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം മുന്നോട്ട് വെച്ച നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, കൊല്ലം ചെങ്കോട്ട ദേശീയപാതയുടെ വികസനം. 2, കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത, തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ പാതയാണ്, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്. കൊല്ലത്തുണ്ടായിരുന്ന ESA മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടത്, കൊല്ലത്തെ പാർവതി മില്ലിൻ്റെ ദുരവസ്ഥ, കൊല്ലം പോർട്ടിൻ്റെ വിഷയം, അതുപോലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങൾ, കശുവണ്ടി ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊല്ലത്തിനകത്തുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ ചർച്ച കൊല്ലത്തെ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ മറ്റൊരു നിലയിലേക്ക് കൂടി കൊണ്ടുവരണം. മുൻപ് ലഭിച്ചതുപോലെ BJP-യുടെ വോട്ട് ലഭിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്ത വിഷയമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ റോഡ് ഷോ നടത്തിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തെങ്കിൽ ഒരു ഷോയും നടത്താതെ ഈ NK പ്രേമേന്ദ്രന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു. കണ്ണും വീഴ്ചിരിക്കുകയാണ് തങ്ങളുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞോട്ടെ, പിണറായി വിജയൻ പോയിട്ടില്ലേ? അതൊക്കെ ഒരു മര്യാദയല്ലേ? പിണറായി വിജയനെ കല്യാണം വിളിച്ചു, പിണറായി വിജയൻ പോയി. മുമ്പ് ഞാൻ അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചില്ലല്ലോ. BJP-യുടെ സംസ്ഥാന
അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഇവിടെ സംസ്ഥാനത്ത് BJP-യുടെ നേതാക്കന്മാരുടെ നിരവധി വീടുകളിൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, എവിടെയും പങ്കെടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊല്ലത്തെ ഫാത്തിമ മാതാ കോളേജിൽ ഒരു ചടങ്ങുണ്ടായി. ഇപ്പം നിർമ്മല സീതാരാമനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് അങ്ങ് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ രാഹുൽ ഗാന്ധി അപ്പോൾ ആസാമി BJP-കാരൻ്റെ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദീപ്തി മേരി വർഗീസിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കാണേണ്ടത്. ആസാമിൽ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി BJP-ക്കാർ രാഹുൽ ഗാന്ധിയെ ഓട്ടിക്കുമ്പോൾ ആ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന UDF-ന്റെ നേതാവായിട്ടുള്ള NK പ്രേമേന്ദ്രൻ കൊല്ലത്തെ ഒരു കോളേജിലെ ഒരു പരിപാടിക്ക് നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അവിടെ പ്രസംഗിച്ചത്. അതാണ് രാഷ്ട്രീയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സമയത്ത് BJP-യുടെ നരേന്ദ്രമോദിയുടെ പടം വെച്ചും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചും പോസ്റ്റർ അടിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈപ്പാസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മാറ്റി നിർത്തി ഇത് BJP-യുടെ പരിപാടിയാക്കി മാറ്റി തീർക്കുന്നു. ഇവിടെ കൊല്ലത്ത് വന്ദേ ഭാരതിന്റെ സ്വീകരണം വന്നു. ആ സ്വീകരണം വന്നപ്പോൾ BJP-യുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നാണ് NK പ്രേമേന്ദ്രൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ BJP-യുടെ ഭാഗമായി പ്രത്യക്ഷത്തിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതിന്, അതിനുവേണ്ടി ഇടപെടുന്നതിന് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറുകയാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ദീപ്തി മേരി വർഗീസ് ഇവിടെ പറഞ്ഞു, ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ത് നിലപാടാണ് രാജ്യത്തെടുത്ത്? മണിപ്പൂർ നിന്ന് കത്തുമ്പോൾ, നമ്മുടെ സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയപ്പോൾ, ഇവിടെ ഉത്തരാഖണ്ഡിൽ പള്ളി പൊളിക്കുമ്പോൾ, അവിടെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ, ഇന്ത്യയുടെ മതനിരപേക്ഷത വേട്ടയാടുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഒരു ജീവിതകാലത്ത് മുഴുവൻ സ്വപ്നം ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ മുമ്പിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ സൽക്കാരം പോലും വേണ്ട എന്ന് പറയാൻ മര്യാദ കാണിക്കാത്ത നിലയിലേക്ക്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിവില്ലാത്ത നിലയിലേക്ക് ഒരു കോൺഗ്രസിന്റെ പിന്തുണയോടെയുള്ള UDF-ന്റെ MP ഇത്ര നിലവാര തകർച്ചയിലേക്ക് പോകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ രാജ്യം ഇത്ര കണ്ട് പ്രതിസന്ധി നേരിടുമ്പോൾ ശബ്ദിക്കാതെ നിശബ്ദമാകുന്ന കാഴ്ചകൾക്കകത്ത് നിന്നാണോ കാണേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എല്ലാ കൂട്ടരും ഈ വളരെ സങ്കുചിതമായ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ കൈകൂപ്പി സ്വീകരിച്ചു എന്നുള്ളതിനെ ഇതുപോലെയാണ് കോൺഗ്രസ് ചിത്രീകരിച്ചത്. വേണമെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ടോണിൽ മണിപ്പൂരിൽ വർഗീയ കലാപം നടക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പാതെ നിലപാട് ഉയർത്തിപ്പിടിക്കാമായിരുന്നില്ലേ പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അതല്ലല്ലോ മര്യാദ. എന്ന് പറഞ്ഞതുപോലെ ഒരു ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ പോയി എന്നുള്ളതിനെ നമ്മൾ ആ നിലയ്ക്ക് കണ്ടപ്പോൾ ഇതിനെയൊക്കെ രാഷ്ട്രീയ ബാന്ധവമായിട്ടും അവരുടെ പൊളിറ്റിക്സിനെ എൻഡോസ് ചെയ്തതായിട്ടും ഒക്കെ കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ ഈ വിമർശനം നിങ്ങളെ കുറിച്ച് മാത്രം ഉന്നയിക്കുന്നതല്ല. ഇവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ കോൺഗ്രസും പറഞ്ഞു ഈ കാര്യം. പരിശോധിച്ചതിന് ശേഷം വേണം ഈ നിലയിലേക്ക് ഒരു സൽക്കാരത്തിന്റെ മാത്രം കളങ്ങളിലേക്ക് ഇത് ചുരുക്കാൻ. 2014 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രവും ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളും BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായാലും അദ്ദേഹത്തിന്റെ നിലപാടുകളാകെ പരിശോധിച്ചിട്ട് വേണം ഒരു സൽക്കാരത്തിന്റെ കളങ്ങൾക്കകത്തേക്ക് മാത്രം ഈ വിഷയത്തെ ചുരുക്കാൻ. ശരി, ഓക്കെ. ഇവിടെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് അസാധാരണമായ ഒരു മെയ്വഴക്കം NK പ്രേമചന്ദ്രൻ കാണിക്കുന്നുണ്ടോ? അദ്ദേഹം NDA-യിൽ ചേരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. അതിനപ്പുറത്ത് ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ഓരോ ജനപ്രതിനിധിയും അവിടെ ആ മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിൽ ജയിച്ചു വരിക, അതിനെല്ലാ ആളുകളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുക തുടങ്ങിയ സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടും മാറ്റിവെച്ച് NK പ്രേമചന്ദ്രൻ BJP സപ്പോർട്ടേഴ്സിന്റെ പിന്തുണയും എനിക്ക് വേണം, ഏത് തരം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുടെയും പിന്തുണ എനിക്ക് വേണം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, പെരുമാറുന്നുണ്ടോ? അതൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ ചാർജസ്. അങ്ങനെയൊക്കെ സംസാരിക്കാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഇവിടെ മണിപ്പൂരിൻ്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഞാൻ അത് ഒന്ന് ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മണിപ്പൂരിൽ പ്രശ്നം നടക്കുമ്പോൾ ആരാണ് ആദ്യം അവിടെ ഇറങ്ങിച്ചെന്നത്? അവിടുത്തെ വേദനിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക്, അവിടെ അപമാനിതരായ സ്ത്രീകളുടെ ഇടയിലേക്ക് ആദ്യം ഇറങ്ങിച്ചെന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് മിസ്റ്റർ. അവിടെ അതുപോലെ തന്നെ ഈ രാജ്യത്തുണ്ടാകുന്ന, ഈ രാജ്യത്ത് BJP കാണിക്കുന്ന എല്ലാ അട്രോസിറ്റീസുകൾക്കെതിരെ ഈ രാജ്യത്ത് സ്ത്രീ പീഡകർ എന്ന് പറഞ്ഞു നിൽക്കുന്ന പ്രതിസ്ഥാനത്ത്, സ്ത്രീ പീഡകരായി നിൽക്കുന്നവരുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് BJP-യുടെ പല MLA-മാരുമായിരുന്നു. അതിനെതിരെ ഹത്രാസിലായാലും പറയട്ടെ ശ്രീ അരുൺ ബാബു പറയട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ അവസരമാണല്ലോ ഞാൻ പറയട്ടെ. അപ്പോൾ ഹത്രാസിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ആദ്യം ഓടിയെത്തിയത്.
അതായത് ഈ രാജ്യത്ത് നടക്കുന്ന സ്ത്രീ പീഡന കേസുകളിലെല്ലാം തന്നെ പ്രതിപട്ടികയിൽ വരുന്നത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ MLA-മാർ ഉൾപ്പെടെ ആകുമ്പോൾ അവിടെയൊക്കെ ആദ്യം ഓടിയെത്താറുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആദ്യ ആശ്വാസവുമായി മണിപ്പൂരിലേക്ക് ചെന്നത്. താങ്കൾ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. വെറുതെ അസത്യം പറഞ്ഞ് പരത്താം എന്ന് താങ്കൾ വിചാരിക്കേണ്ട. ഇത് താങ്കൾ ഈ CPM-ന്റെ ക്യാപ്സൂളുകളാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാനും മാത്രമുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ CPM-നെ സംബന്ധിച്ച് പേടിക്കേണ്ടതായിട്ട് പലതുമുണ്ട്. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നത്, കേരളത്തിൽ ഇന്ന് BJPയുടെ പിന്തുണ വേണ്ടത് CPM-നാണ്, കോൺഗ്രസിനല്ല. കോൺഗ്രസ് രാജ്യം മുഴുവൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ ഇന്ന് BJPക്കെതിരെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി നിന്നുകൊണ്ട് പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെ താങ്കളിപ്പോൾ പോസ്റ്റർ ഒട്ടിച്ച കാര്യം പറഞ്ഞു. ഈ കേരളം അങ്ങോട്ട് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പോസ്റ്റർ ഒട്ടിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ സ്ഥാനാർത്ഥികളാണ്. ഞാൻ സാന്ദർഭികമായിട്ട് അത് താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന കേസുകൾ, കേരളത്തിൽ CPM-നെതിരായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരായിട്ട് വരുന്ന എല്ലാ കേസുകളും നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ലൈഫ് മിഷന്റെ കേസുകളായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളായാലും 4 വർഷമായിട്ടും അന്വേഷണം, നമ്മളിതൊക്കെ പലതവണ ചർച്ച ചെയ്തതാണ്. 4 വർഷം അന്വേഷിച്ചിട്ടും ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരന്വേഷണ പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലാവ്ലിൻ കേസ് 38ാമത്തെ തവണയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ലോക റെക്കോർഡാണ്. ഇത്രയും തവണ ഒരു കേസ് മാറ്റിവെക്കേണ്ടി വരുന്നു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ശ്രീ കുമ്മനം രാജശേഖരനുമായി 2017 ഫെബ്രുവരിയിൽ ഇതുപോലെ അടച്ചിട്ടിരുന്ന് ചർച്ച ചെയ്തത് ശ്രീ പിണറായി വിജയനായിരുന്നില്ലേ? അതുപോലെ തന്നെ ശ്രീയമ്മുമായി ഞാനിവിടെ പറയാൻ RSSന്റെ അനുഭാവിയായ ശ്രീ ദിനേശ് നാരായണൻ എഴുതിയ ദി RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദി ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ കേരളത്തിലെ കൊലപാതകങ്ങൾ അവസാനിക്കുന്നത് സംബന്ധിച്ച് പ്രമുഖ CPM നേതാക്കളും RSS നേതാക്കളും തമ്മിൽ സന്ധി സംഭാഷണം നടന്നുവെന്ന് പറഞ്ഞ് സമ്മതിച്ചതല്ലേ? ഇവിടെ ശ്രീയം വാങ്ങിച്ച വസ്തുക്കൾ 4 ഏക്കർ വരുന്ന വസ്തുവിനെ കുറിച്ചുള്ള വിവാദമുണ്ടായതല്ലേ? അത് എന്തിനു പകരമായി ആയിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ അതും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ ഈ അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച ചെയ്യുന്നത്, ശ്രീ കുമ്മനം രാജശേഖരനുമായി ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട സമയമാണിത്. വിഴിഞ്ഞം തുറമുഖത്ത് നമുക്കറിയാമല്ലോ, വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന സമരം, അവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവിടുത്തെ പുരോഹിതരുൾപ്പെടെ നടത്തിയ സമരത്തിൽ ആ പുരോഹിതരെ എല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാം ദേശദ്രോഹികളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട്, തീവ്രവാദികളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് CPM-ഉം BJP കൈ പിടിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടിയതല്ലേ? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ച് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. എക്സാലോജിക്ക ഉൾപ്പെടെയുള്ള ഇന്ന് നടക്കുന്ന കേസുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സംരക്ഷിക്കണമെന്നുള്ള വലിയ ബാധ്യത ഇന്ന് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനം പോകുന്നത് എങ്ങനെയാണെന്ന്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രീ പ്രേമചന്ദ്രൻ വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. CPM-നെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടാണ് പറയുന്നത്. അദ്ദേഹം കൊല്ലത്ത് വീണ്ടും ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ CPM-ന് പോലും സംശയമില്ല. അതല്ലേ അതെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കേട്ടില്ലേ? അത് CPM-ന് തന്നെ ഉറപ്പാണ് പ്രേമചന്ദ്രൻ അവിടെ വിജയിക്കുമെന്നുള്ളത്. കാരണം അത്രയ്ക്ക് ജനസമ്മതിയുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. ഇവിടെ CPM-നെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ BJP-യുമായിട്ടുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു. ആ ബാന്ധവം പുറത്തു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ ഒരു ക്യാപ്സൂൾ ഇന്ന് വിനിയോഗിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് ചർച്ചയ്ക്ക് രീതിയിലുള്ള യാതൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കോൺഗ്രസ് നിലപാട്. ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, NK പ്രേമചന്ദ്രൻ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളാണ്, അതിൽ വ്യക്തതയുള്ള ആളാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പം ഉത്തർപ്രദേശിൽ BJP ഏതാണ്ട് സർവാധിപത്യത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പോലും അവർ ചൗധരി ചരൺ സിംഗിന്റെ ഭാരതരത്ന വഴി എങ്ങനെയാണ് RLD-യിലേക്ക് കടന്നു കയറുന്നത്, എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ജയന്ത് ചൗധരിയുടെ മനം മാറിയത് നമ്മൾ കണ്ടതാണ്. അവിടെ ഈ പശ്ചിമ UP-യിൽ ജാട്ട് ബെൽറ്റിൽ അതുകൊണ്ട് ഗുണം അവർക്കുണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ലാണ് നിർബന്ധ ബുദ്ധി അക്കാര്യത്തിലുണ്ട്. നമ്മൾ ബീഹാറിൽ JDU എന്ന പാർട്ടി അവിടെ ഇപ്പോൾ ഏറെക്കുറെ അൺപോപ്പുലറാണ്. BJP-യുടെ സംസ്ഥാന ഘടകത്തിന് തന്നെ വലിയ താല്പര്യമില്ല. പക്ഷേ എങ്ങനെ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കുന്നു, JDU-വിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നു, അങ്ങനെ
ആരും ഇപ്പോൾ കമൽനാഥിനെ മധ്യപ്രദേശ് അറ്റംപ്റ്റ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയ മധ്യപ്രദേശിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കമൽനാഥിനെ എന്തിനാണ് BJP അങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നൊക്കെ ഒരാളെ സംബന്ധിച്ച് ന്യായമായും ആലോചിച്ചു പോകും. അവരല്ലെങ്കിൽ തന്നെ ജയിക്കുന്ന ഇടമാണല്ലോ. ഇപ്പൊ തന്നെ ഒന്നൊഴികെ എല്ലാ ലോക്സഭാ സീറ്റും ഉണ്ട്. എന്നിട്ടും കമൽനാഥിനെ കൊണ്ടുവരാൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ BJP എന്ന് പറയുന്ന പാർട്ടി എല്ലാം ശ്രമിക്കുന്ന, എല്ലാം അറ്റംപ്റ്റ് ചെയ്യുന്ന, സമഗ്രാധിപത്യത്തിന് നമുക്ക് എന്ത് ഗുണകരമാകുമോ ഒന്നെങ്കിൽ ഒന്ന്, ഒരാളെങ്കിൽ ഒരാൾ, ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ കാര്യത്തിനിടയിൽ മറന്നുപോകാൻ പാടില്ലല്ലോ. അഭിലാഷ്, അനന്തമായ സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കുന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും നടത്തുന്ന ഓരോ ചെറു ചലനങ്ങളും വളരെയധികം ദേശത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ചലനങ്ങളാണ്. ഇതൊരു ചായ കുടിക്കാൻ വിളിച്ചാലും ഒരു ആഹാരം കഴിക്കാൻ വിളിച്ചാലും അനേക അർത്ഥതലങ്ങൾ കണ്ടെത്തേണ്ട ഒരു സമയമാണ്. കാരണം ആരാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 ഭാരതരത്നങ്ങൾ, അത് എത്രത്തോളം സാധ്യതകളുടെ വാതിലുകളാണ് തുറന്നിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ശ്രീ കർപ്പൂരി താക്കൂർ എന്ന സോഷ്യലിസ്റ്റിന് മരണാനന്തരം ഭാരതരത്ന കൊടുക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തന്നെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനായിരുന്ന നിതീഷ് കുമാറിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ വലിയ സാധ്യതയല്ലേ? അതിനെ ന്യായീകരിക്കാൻ തീർച്ചയായും പിന്നോക്കക്കാരനായ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റായ കർപ്പൂരി താക്കൂറിൻ്റെ ആ ഒരു ഭാരതരത്നം പ്രയോജനപ്പെടുമെങ്കിൽ നല്ലത്. അതുപോലെ ഉത്തർപ്രദേശ്, നമുക്കറിയാം 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ പല അഭിപ്രായ സർവേകൾ അനുസരിച്ചും 72ഓളം സീറ്റുകൾ BJPക്ക് കിട്ടുമെന്ന നിലയിലാണ് പല അഭിപ്രായ സർവേകളും പോകുന്നത്. പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൻ്റെ ആനുകൂല്യം വളരെ ഫ്രഷായി നിൽക്കുന്ന ഒരു സമയത്ത്. പക്ഷെ അവിടെയും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് ജാട്ട് മേഖലയിലെ കർഷകർക്കുണ്ടായ ഒരു പ്രതിഷേധമാണ്. ഇപ്പോഴും ആ കർഷക പ്രതിഷേധം പൂർണ്ണമായി ആരെ തണുത്തു എന്ന് പറയാനാവില്ല. അങ്ങനെയെങ്കിൽ ചൗധരി ചരൺ സിംഗ് എന്ന മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകനെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അതുകൊണ്ട് ചരൺ സിംഗിന് ഒരു ഭാരതരത്നം കൊടുത്താൽ അത് നല്ലതാണ്. തീർച്ചയായും ഇവരെല്ലാം അർഹിക്കുന്നവർ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഭാരതരത്നം ലഭിച്ച നാളിതുവരെ ഭാരതരത്നം ലഭിച്ച എല്ലാ ആളുകളും അതിന് യോഗ്യരായ ആളുകളാണ്. പക്ഷേ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ചരൺ സിംഗിന് ജാട്ട് നേതാവായ ചരൺ സിംഗിൻ്റെ ചെറുമകനായ അജിത് സിംഗിൻ്റെ മകനെ കൂട്ടത്തിൽ കൂട്ടുകയും ആ പാർട്ടി RLD എന്ന പാർട്ടിയെ തന്നെ സഖ്യത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ ഏതാണ്ട് ഉത്തർപ്രദേശ് തൂത്തുവാരാം എന്നൊരു വിശ്വാസമാണ് BJPക്കുള്ളത്. അതുമാത്രമല്ല, അതിനേക്കാൾ എന്നെ സർപ്രൈസ് ചെയ്യുന്ന ഒരു എലമെന്റ് ശ്രീ നരസിംഹറാവുവിന് കൊടുത്ത ഒരു ഭാരതരത്നമാണ്. നോക്കൂ, ആന്ധ്രാപ്രദേശ് തെലങ്കാന മേഖലയിൽ, തെലങ്കാനയിൽ വേരുകളുള്ള ആന്ധ്രാപ്രദേശിൻ്റെ കൂടെ മനസ്സ് അറിയുന്ന മുൻ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവുവിന് കോൺഗ്രസ് പാർട്ടി വേണ്ട രീതിയിലുള്ള ആദരം കൊടുത്തില്ല എന്ന ഒരു പരിഭവം ആ കുടുംബത്തിനുണ്ടാകാം. ഒരു പക്ഷേ കുറെ ആന്ധ്രാപ്രദേശിലെ കുറേ ആളുകൾക്കെങ്കിലും ഉണ്ടാകാം. അത് പരിഹരിക്കാൻ വേണ്ടി ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അതുമാത്രമല്ല, മുൻ രാഷ്ട്രപതി മുൻ കോൺഗ്രസ് നേതാക്കൾ പലർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിലുള്ള സമയത്ത് ഇതിങ്ങനെ ഒരു കാര്യം കൊടുക്കുന്ന സമയത്ത് അതിനകത്തെ രാഷ്ട്രീയം കാണാതെ പോകരുത്. ചെറിയ കാര്യമാണെങ്കിൽ പ്രകടമായ രാഷ്ട്രീയമില്ല എന്ന് തോന്നാമെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ് വളരെ വലുതാണ്. ഇവിടെ നോക്കൂ, പ്രതിപക്ഷ നിരകളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു ഫിയർ സൈക്കോസിസം വിതയ്ക്കുന്നതിൽ BJP വിജയിച്ചിരിക്കുന്നതായി കാണാം. അല്ലാതെ അവരെ MK പ്രേമചന്ദ്രനെ പോലെ ഒരാളെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുമെന്നോ അല്ലെങ്കിൽ RSP BJPയുടെ കൂടെ ചേരുമെന്നോ പറയാൻ തക്ക മൗഢ്യം എനിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. നേരത്തെ BJPയുടെ പ്രതിനിധി ശ്രീ നാരായണൻ നമ്പൂതിരി നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് പോലുമില്ല, അങ്ങനെ ചിന്തിക്കുന്നതുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ അദ്ദേഹം ചേരുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കരഗതമാകുമെന്നോ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും സംശയത്തിൻ്റെ ഒരു മുന അങ്ങോട്ട് നീളുക വഴി ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. അത് എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും ശരി, പ്രതിപക്ഷ മുന്നണിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ഒരു ആശയക്കുഴപ്പം ചെറിയ തോതിലെങ്കിലും കൊണ്ടുവരുന്നതിന് ഈ നീക്കം സഹായകരമാകുമെങ്കിൽ അത് നല്ലതെന്നായിരിക്കണം BJP വിചാരിക്കുന്നത്. ശരി, ശ്രീ നാരായണ നമ്പൂതിരി, ഞാൻ നരേന്ദ്രമോദിയെ ഒരു സാധാരണ നേതാവായിട്ടോ ഒരു സാധാരണ ഭരണാധികാരിയായിട്ടോ കാണുന്ന ആളല്ല. ചാണക്യനെയും വാക്യവല്ലിയും ഒക്കെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള കൂർമ്മ ബുദ്ധിയുള്ള നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നരേന്ദ്രമോദി വെറുതെ ഒരു ചായ കുടിക്കില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി വെറുതെ ചായ കുടിക്കാൻ സാധ്യതയില്ല. നരേന്ദ്രമോദി വെറുതെ ചപ്പാത്തി തിന്നാനും സാധ്യതയില്ല. നിങ്ങൾക്ക് നരേന്ദ്രമോദിയെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയുള്ളത് നല്ലതാണ്. കാരണം അത് ഗുണം ചെയ്യും. നരേന്ദ്രമോദി ഒരു കാര്യം വെറുതെ പറയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകുന്നത് മാധ്യമങ്ങൾക്കൊക്കെ നല്ലതാണ്. കാരണം എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തേണ്ടി വന്നത്
ശരിയായില്ല എന്ന് പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത്ര ഒരു മുൻവിധി മുൻകൂർ ധാരണ ഉണ്ടാകുന്നുള്ളതാണ്. ഞാനേതായാലും ദീപ്തി മേരി വർഗീസ് പറഞ്ഞപ്പോൾ പ്രേമേന്ദ്രൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനല്ല പറഞ്ഞത്, അരുൺ ബാബു ആണ് പറഞ്ഞത്. പ്രേമേന്ദ്രനെ അവിടെ മന്ത്രിയാക്കാമെന്ന് വിചാരിച്ചാണ് ആയിരിക്കും ചർച്ച ചെയ്തത് എന്ന് പറയുമ്പോൾ BJP എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പം നാരായണ നമ്പൂരി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് സമ്മതിച്ചൊന്നാവും. ഞാൻ എന്തായാലും ഇന്ത്യ മുന്നണിയിലെ ഒരാൾ പോലും ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അത് CPM ആയാലും ഞാൻ അരുൺ ബാബുവിന്റെ ഉറപ്പാ. ഓക്കെ. അല്ലാതെ അരുൺ ബാബു പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി, എൻ്റെ പേര് പറയേണ്ടതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ. രണ്ട്, ഈ ദീപ്തി പറയുമ്പോൾ ഈ BJPയും CPM-ഉമായി സഖ്യം ഉണ്ടാകും അടുപ്പമെന്നൊക്കെ പറഞ്ഞു. എന്തിനാ ദീപ്തി ഇവിടുന്ന് ഞങ്ങൾ പിന്തുണച്ച് ഞങ്ങളുടെ സഹായത്തോടെ ജയിച്ചു വന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ ഒരു ഈ കേരളം കടന്ന രണ്ടും ഒറ്റക്കെട്ടല്ലേ? ദീപ്തിയും അരുണും ഒരേ മനസ്സോടെ ഒരേ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്? BJPയെ തോൽപ്പിക്കുകയല്ലേ രണ്ടുപേരുടെ ലക്ഷ്യം? BJPയെ തോൽപ്പിക്കാൻ രണ്ടുപേരും ലക്ഷ്യം വെച്ച് ഇവിടെ രണ്ടായി മത്സരിച്ചിട്ട് പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കും BJPയുടെ പിന്തുണ എന്ന്. ഇത് കോൺഗ്രസ് ജയിച്ചാലും CPM ജയിച്ചാലും കേരളത്തെ സംബന്ധിച്ച് റിസൾട്ട് ഒന്നാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്, BJPയുടെ ഭാഗമല്ല. ഞങ്ങൾക്ക് ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടിയും അത് CPM-ഉം കോൺഗ്രസും അവരെ പരാജയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർ ഇതൊന്നും ആരോപിക്കണ്ട. പിന്നെ കേസുകൾ ഇപ്പം മാസപ്പടിയുടെ പറഞ്ഞല്ലോ, മാസപ്പടിയിൽ മാത്യു കുഴനാടൻ അസംബ്ലിയിൽ മാസപ്പടി വിഷയം നമ്മുടെ ഈ മറ്റേ കരിമണൽ ഖനനത്തിൻ്റെ മാസപ്പടിയുടെ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബോയ്ക്കോട്ട് നടത്തിയത് CPM-കാരല്ലല്ലോ. അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയത് VD സതീശനടക്കുന്ന കോൺഗ്രസ്സുകാരല്ലേ? ആ പാവം മാത്യു കുളനാടനെ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് എന്തേ കോൺഗ്രസ്സുകാരാ വിഷയം ഏറ്റെടുക്കാത്തത്? മാത്യു കുഴൽനാടൻ പറഞ്ഞപ്പോൾ ഒരാളും വോക്കൗട്ട് നടത്തിയിട്ടില്ല. പിന്നീട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിച്ച ഞാൻ മിണ്ടിയില്ല. മാത്യു കുഴൽനാടൻ BJPക്കെതിരെ ഉന്നയിക്കുമ്പോ ആരോപണം ഉന്നയിക്കുമ്പോ മാത്യു കുഴൽനാടനെ മുഖ്യമന്ത്രി സഭയിലിട്ട് നിർത്തിപ്പൊരിച്ചപ്പോ മാത്യു കുഴൽനാടന് ഒരു പിന്തുണ കൊടുക്കാൻ പോലും തയ്യാറാകാത്ത കോൺഗ്രസ് നേതൃത്വം എന്താ മാസപ്പടിയിൽ ഡയറിയിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടന് സഭയിൽ പിന്തുണ കൊടുക്കാത്തത്. നിങ്ങൾ ചർച്ചയാക്കുന്നേ, ആര് പറഞ്ഞു ചർച്ചയാക്കണ്ടെന്ന്? മാത്യു കുഴൽനാടൻ പറഞ്ഞതിന് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കൊടുത്തു. പ്രതിപക്ഷ നേതാവ് സമ്മതിക്കാതെ ഒരു സാമാജികന് നിയമസഭയിൽ വന്ന് പ്രസംഗിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്താ നിയമസഭയിൽ നടക്കുന്ന കുറിച്ച് അറിയില്ലേ? ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് UDF ആരോപണമല്ലല്ലോ നിങ്ങൾ ഉന്നയിച്ചതോ BJP CPM സഖ്യമാണ്. നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരുണ്ട്, എക്സാലോജിക്ക് മാത്രമല്ല. ആദായ നികുതി വകുപ്പിന് കിട്ടിയിട്ടുള്ള രേഖകളിൽ ഈ പറഞ്ഞ നിങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിച്ച രസീത് ഒന്ന് കാണിച്ചു കൊടുക്കുക. കരിമണൽ പണത്തെ കുറിച്ച് പറഞ്ഞാൽ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ളതാണ് അവസ്ഥ. വെടിക്കിലുള്ള 7 പേരുകൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള പേജുകളും പേരുകളും ഇതെല്ലാം സഖ്യമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാന്ന് പറയണ്ടേ? ശരി. അല്ല, ഇപ്പോ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ സഖ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എനിക്കൊരു ഇടവേള ഇപ്പോൾ അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ്. അരുൺ ബാബു, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം ഇത് തന്നെ ആയിരിക്കുമോ? NK പ്രേമേന്ദ്രന് വോട്ട് ചെയ്താൽ അദ്ദേഹം BJP പാളയത്തിലേക്ക് പോകും, അതുകൊണ്ട് മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ എന്നൊരു നറേറ്റീവ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രയോഗിക്കും എന്നുള്ളതിനപ്പുറത്തുള്ള പ്രസക്തി ഈ വിഷയത്തിനകത്തുണ്ടോ? ഒരാൾ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമ്പോൾ
നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വിവാദം ഉണ്ടാവണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നറേറ്റീവ് ബിൽഡിംഗ് ആവണം. കൊല്ലം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നല്ല നിലയിലുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ കൊല്ലത്തിനൊരു മനസ്സുണ്ട്. അത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ജില്ലയാണ്. വലിയ തോതിലുള്ള പരമ്പരാഗത തൊഴിലാളികളുള്ള ജില്ല കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹം ഉള്ള ജില്ല കൂടിയാണ്. അപ്പോൾ ആ വിഷയങ്ങളാകെ അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കും. മതനിരപേക്ഷത വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയ സംഘടനകളുമായി വർഗീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് കൊല്ലത്തെ MP നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി അവിടെ ചർച്ചയുണ്ടാവും. അതോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ വഞ്ചനയുടെ ഉദാഹരണമാണ്. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞതുപോലെ എൻ കെ പ്രേമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് UDFലേക്ക് പോയി. ഇപ്പോൾ അവിടെ നിന്ന് ഏത് തരത്തിലുള്ള വഞ്ചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുൻപ് വിളിച്ച അതേ പദപ്രയോഗം നാളെ ഏതെങ്കിലും ഒരു UDFൻ്റെ നേതാക്കന്മാർ വിളിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് അക്കാര്യങ്ങൾ ഇവിടെ ബോധപൂർവ്വം മറക്കുകയാണ്. രാഹുൽ ഗാന്ധി ആസാമിൽ ജാഥ നടത്തുമ്പോൾ അതിനെ തടയുമ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇവിടെ BJPക്ക് വേണ്ടി വർത്താനം പറയുന്നത്. BJPയുടെ നേതാവ് നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങളാകെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ RSP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗതി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്ത് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പാർട്ടിയല്ലേ RSP. ഇന്ന് എന്താണ് ആ പാർട്ടിയുടെ അവസ്ഥ? നമ്മളിത് ചർച്ച ചെയ്യപ്പെടേണ്ട. ഇന്ന് ഈ ചർച്ചയിൽ എൻ കെ പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു RSPയുടെ ഒരു പ്രതിനിധിയെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ നിലയിലേക്ക് ദുർബലപ്പെട്ടു, വംശനാശം സംഭവിച്ചിരിക്കുകയാണ് RSPക്ക്. ആ പാർട്ടിക്കകത്ത് ആ നിലപാടുള്ള ആളുകളെല്ലാം ആ പാർട്ടി വിട്ടുപോയി. RSPയുടെ അവസ്ഥ എന്താണ്? കൊല്ലത്ത് 3-4 MLA-മാരുണ്ടായിരുന്ന, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്ന, കോർപ്പറേഷന്റെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന, 10ലധികം പഞ്ചായത്തുകളുടെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന, നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇപ്പോൾ RSP എന്ന പാർട്ടിയെ ഈ നിലയിലേക്ക് ദുർബലപ്പെടുത്തുന്നതിന് കാരണക്കാരൻ എൻ കെ പ്രേമചന്ദ്രനാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, എങ്ങനെയാണ് CPM-ഉം BJP-യും തമ്മിൽ ഒരുപോലെ ആകുന്നതെന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത്. അത് CPM കേരളത്തിനുള്ളിൽ പറയുന്നു, അത് ഇവരുടെ ദേശീയ നേതാക്കന്മാർ അത് പറയുന്നില്ല, ഇന്ത്യ മുന്നണിയോടൊപ്പമാണ്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് തന്നെയാണ് ശ്രീ പിണറായി വിജയനും കൂട്ടരും പറയുന്നത്. BJP ഇന്ത്യയിൽ ഒന്നാകെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അതിലൊക്കെ ഉപരിയായിട്ട് അത് മനസ്സിലാക്കാതെ എൻ കെ പ്രേമചന്ദ്രനെ നിരന്തരമായി ചർച്ചയിലാകെ ഉയർത്തിപ്പിടിച്ചത്. ശരി ശരി, നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് പലതരത്തിലുള്ള ചർച്ചകൾ, ഗൂഢാലോചന തിയറികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. നമുക്കതൊക്കെ അല്പം ഉപ്പ് കൂട്ടി മാത്രം വിഴുങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ അരുൺ ബാബു, ശ്രീ മോഹൻ വർഗീസ്, ഒപ്പം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.